ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഏറ്റവും നന്നായി ഗെയിം കളിച്ചത് ജാസ്മിൻ ആണെന്ന് മുൻ ബിഗ് ബോസ് താരമായ ഫിറോസ് ഖാൻ. സാബുവും ചേതയും അതിഥികളായി എത്തിയ ഹോട്ടൽ ടാസ്കുകൾ എന്ത് മനോഹരമായിട്ടാണ് അവർ റോബോട്ടായി അഭിനയിച്ചത്. ആ സമയത്ത് കിച്ചണിൽ വെച്ച് റസ്മിനെ വിളിക്കുമ്പോൾ അവൾ ജാസ്മിനോട് മോശമായി പെരുമാറുന്നത് എല്ലാവരും കണ്ടതാണ്. എന്നിട്ട് ജാസ്മിൻ ക്യാരക്ടർ വിടാതെ നിൽക്കുന്നു. അത് ചെറിയൊരു കാര്യമല്ല, അത് അഭിനയവും അല്ലെന്ന് ഫിറോസ് വ്യക്തമാക്കുന്നു. ജിൻഡോയെയും ഏറെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ഞാൻ. ജിൻഡോയെ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ ആദ്യം തന്നെ അദ്ദേഹത്തെ പുറത്താക്കണമെന്ന് എനിക്ക് പറയാമായിരുന്നില്ലേ. ആദ്യത്തെ ആഴ്ച ജിൻഡോയെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു. ഒരു സമയത്ത് അദ്ദേഹത്തെ ഇഷ്ടമാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. അത് അവസാനം വരെ പറയുന്നു. ഒരു കാമുകൻ, ഒരു ഭർത്താവ് എന്ന നിലയിൽ ജാസ്മിന്റെ ലവ് സ്ട്രാറ്റജി എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഇവിടെ ഞാനൊരു കാഴ്ചക്കാരനാണ്. ജാസ്മിൻ എന്റെ കാമുകിയോ നാളെ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണോ ആയിരുന്നെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടില്ലെന്നും ഫിറോസ് ഖാൻ പറയുന്നു. വെറൈറ്റി മീഡിയയ്ക്ക് അനുവദിച്ച പ്രത്യേകാഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു. വോട്ടിങ്ങിൽ വിശ്വസിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം നോക്കിയോ അല്ല ഞാൻ സംസാരിക്കുന്നത്. ഒരു ഷോ കണ്ടതിന്റെയും എന്റെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഉറപ്പായിട്ടും ഈ സീസണിൽ കപ്പ് അർഹിച്ചിരുന്നത് ജാസ്മിൻ ആയിരുന്നു. അത് ഞാൻ എവിടെയും പറയും. ജാസ്മിന്റെ നെഗറ്റീവുകൾ ബിഗ് ബോസുകാർ കാണിക്കാതിരിക്കാൻ വരുന്നല്ലോ. അവർ വേറെ എന്തൊക്കെ ആക്ട് അവിടെ ചെയ്തിട്ടുണ്ട്. ആ വ്യക്തിയെ വെച്ചുകൊണ്ട് അവർ ബിസിനസ് നടത്തി വന്നത് ജാസ്മിനെ വെച്ച് തന്നെയായിരുന്നു. ബിസിനസ് മറിച്ച് മറ്റൊരാളെ, അതായത് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെ നല്ല വ്യക്തമായി കാണിച്ച് അവർക്ക് കൊണ്ടുപോയി കപ്പ് കൊടുക്കുക എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ്. ജാസ്മിനുമായി വ്യക്തിപരമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളാണ് ഞാൻ. ഇനി ഞങ്ങൾ സംസാരിക്കുമെന്നോ കാണുമെന്നോ അറിയില്ല. ജിൻഡോയുമായും അങ്ങനെ തന്നെ. ഇവരൊന്നും എൻ്റെ ആരുമല്ല. ഞാൻ സംസാരിക്കുന്നത് ആ ഗെയിം എന്തൊക്കെയാണെന്ന് അറിയാവുന്നത് കൊണ്ട്, ഗെയിം എന്താണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടുമാണ് സംസാരിക്കുന്നത്. എൻ്റെ സീസണിൽ ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തുള്ള സ്വീകാര്യതയാണ് എനിക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് കപ്പ് കിട്ടാത്തതിൻ്റെ ഫ്രസ്ട്രേഷനാണ് എന്ന് പറയുന്നത് അർത്ഥമില്ല. ഏറ്റവും കൂടുതൽ വോട്ടിങ്ങിൽ നിൽക്കുമ്പോഴാണ് ഞാൻ പുറത്താവുന്നത്. അതായത് അവിടെ നിൽക്കുന്ന മത്സരാർത്ഥികളെക്കാൾ ബഹുഭൂരിപക്ഷം മുന്നിലായിരുന്നു എൻ്റെ വോട്ട് നില. എന്തുകൊണ്ട് എന്നെ ഔട്ടാക്കിയെന്നാണ് ജനങ്ങൾ അന്ന് മൊത്തം ചോദിച്ചത്. ഞാനും അത് ചോദിക്കുന്നു. പക്ഷേ ഒരിക്കൽ പോലും ഞാൻ എനിക്ക് വേണ്ടി വാദിച്ചിട്ടില്ല. എന്നെ പുറത്താക്കുന്ന എപ്പിസോഡ് കണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. എന്തുകൊണ്ടാണ് ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. കോടതിയിലാണെങ്കിൽ തൂക്കിക്കൊല്ലാൻ വിധിച്ചവരോട് പോലും എന്തെങ്കിലും പറയാനുണ്ടോയെന്ന് ചോദിക്കും. എന്നോട് അതുപോലും ചോദിച്ചിട്ടില്ല. കാരണം ഞാൻ വാ തുറന്നാൽ അവിടുത്തെ ഗെയിമൊക്കെ വിളിച്ചു പറയുമെന്നും ഫിറോസ് ഖാൻ വിളിച്ചു പറയുന്നു.